ഡബിൾ റിവോൾവിംഗ് ഫീൽഡ് തിയറി. നമ്മളിപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ വർക്കിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതിൽ ആദ്യത്തെ തിയറി പഠിച്ചു എന്താ, ക്രോസ് ഫീൽഡ് തിയറി. ഇനി സെക്കൻഡ് തിയറി ഡബിൾ റിവോൾവിംഗ് ഫീൽഡ് തിയറി. The double revolving field theory is proposed to explain the phenomenon that a single phase induction motor is not self-starting, but once rotated in one direction, it will continue to rotate in that direction. ഇതിൽ ഡബിൾ റിവോൾവിംഗ് ഫീൽഡ് തിയറി എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, പക്ഷേ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ ഒരു ഇനീഷ്യൽ റൊട്ടേഷൻ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോർ എന്ത് ചെയ്യും, ആ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതാണ് ഈ ഡബിൾ റിവോൾവിംഗ് ഫീൽഡ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദി ഫാക്ട് ദാറ്റ് alternating flux produced by stator winding can be represented by two revolving fluxes, each having half magnitude of the maximum value of alternating flux, that is phi m by 2, and each rotating at synchronous speed ns is equal to 120 f by p in opposite direction. അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ സിംഗിൾ ഫേസ് സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫ്ലക്സിന് നമുക്ക് രണ്ട് റിവോൾവിംഗ് ഫ്ലക്സ് ഈച്ച് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹാഫ് ഓഫ് ദി മാക്സിമം ഫൈ എം ബൈ 2 എന്നുള്ള രണ്ട് ഫ്ലക്സ് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ആയി റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ രണ്ട് ഫ്ലക്സ് എന്താ, സിങ്ക്രോണസ് സ്പീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് നമ്മൾ സ്റ്റേറ്ററിൽ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ സ്റ്റേറ്റർ ഫ്ലക്സിനെ നമുക്ക് രണ്ട് റിവോൾവിംഗ് ഫ്ലക്സ് ആയി, ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് വൺ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന രണ്ട് റിവോൾവിംഗ് ഫ്ലക്സ് ആയി റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെയൊക്കെ രണ്ടിന്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് എന്താ, ഫൈ എം ബൈ 2. അതായത് ഇപ്പൊ സ്റ്റേറ്ററിന്റെ മാക്സിമം ഫൈ ആണെങ്കിൽ ഫൈ എം ബൈ 2 എന്നുള്ള മാഗ്നിറ്റ്യൂഡിലുള്ള രണ്ട് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ആയി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതിലൊന്ന് ഫൈ എം ബൈ 2 ആണ് മാഗ്നിറ്റ്യൂഡ് എങ്കിൽ സെക്കൻഡ് വൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം മാഗ്നിറ്റ്യൂഡ് എന്താ, ഫൈ എം ബൈ 2. ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാം, റോട്ടോർ അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ. കൺസിഡർ ദി കേസ് ദാറ്റ് എ റോട്ടോർ ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് സ്റ്റേഷനറി ആൻഡ് ദ സ്റ്റേറ്റർ കണക്റ്റഡ് ടു single phase supply. The rotor EMF induced by the revolving fields will be in opposite direction. Starting current in the rotor conductor are equal and opposite. This means starting torque developed by equal and opposite revolving fluxes are also equal and opposite. As a result, starting torque is 0. That is, single phase induction motor is not self-starting. ഇതിനകത്ത് നമ്മൾ ഇനീഷ്യലി കൺസിഡർ ചെയ്യുന്ന എന്താ, റോട്ടോർ സ്റ്റാൻഡ് സ്റ്റിൽ, റോട്ടോർ സ്റ്റേഷനറി ആയിട്ടാണ് ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, രണ്ട് റിവോൾവിംഗ് ഫ്ലക്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന റിവോൾവിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായി കണ്ടു. ഇതിൽ ഈ സ്റ്റാർട്ടിംഗ് കറണ്ട്, അപ്പൊ റോട്ടോറിനകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതേപോലെ ഇത് എന്ത് ചെയ്യും, സ്റ്റേറ്റർ ഫീൽഡ് റൊട്ടേറ്റിംഗ് ആണെങ്കിൽ റോട്ടോർ സെന്ററിൽ സ്റ്റേഷനറി ആയിട്ടുണ്ട്. അപ്പൊ ഈ റൊട്ടേറ്റിംഗ് ഫീൽഡ് സ്റ്റേഷനറി കണ്ടക്ടർ റോട്ടോറുമായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് റോട്ടോറിലെ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ കറണ്ടും എങ്ങനെയായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇതുവഴി ഉണ്ടാവുന്ന ടോർക്കും എങ്ങനെയായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടോർക്ക് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടെന്തെയും ക്യാൻസൽ ആയി പോകും. സോ ഇൻഡക്ഷൻ മോട്ടോർ എന്തായി, സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലായിരിക്കൂല. നമ്മൾ സ്റ്റേറ്ററിൽ ഒരു സിംഗിൾ ഫേസ് കൊടുത്തു കഴിഞ്ഞാലും എന്താ, റോട്ടോറ് റൊട്ടേറ്റ് ചെയ്യൂല, സ്റ്റേഷനറി ആയിട്ട് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്താ, സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. ഇനി സെക്കൻഡ് കേസ് എന്താ, റോട്ടോർ റണ്ണിംഗ്. നൗ അസ്യൂം ദാറ്റ് ദ റോട്ടോർ ഈസ് സ്റ്റാർട്ടഡ് ബൈ സ്പിന്നിംഗ് ദി റോട്ടോർ ഇൻ സേ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിത്ത് എ സ്പീഡ് n. The rotating flux in clockwise direction is called forward rotating flux. That in the other direction is called ബാക്ക്വേർഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സ്. ഇതിൽ ഈ സെക്കൻഡ് കേസിൽ നമ്മൾ എന്താ പറയുന്നത്, റോട്ടോറിന് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, നമ്മളിപ്പോ പറയുന്നത് എന്താ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ജസ്റ്റ് ഒരു റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഇനീഷ്യൽ റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ
റോട്ടറിന്റെ ഇനീഷ്യൽ സ്പീഡ് എങ്ങനെയാ n സ്പീഡിൽ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ എക്സ്റ്റേണലി റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ രണ്ട് ഫ്ലക്സ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ, 5-1 5-2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള 5-1 5-2. ഇതിനെ നമുക്ക് ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ളത് ഫോർവേഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് 5F എന്നും അതേപോലെ ബാക്ക്വേർഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സിനെ 5B എന്നും പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യിക്കാം. ഇതിൽ ഈ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താ, ഫോർവേഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് 5Fഉം 5Bയും അത് സിങ്ക്രോണസ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ, NS = 120F/P. ഇതിൽ ഫോർവേഡ് ഡയറക്ഷനിലുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും, NS ആണെങ്കിൽ ബാക്ക്വേർഡ് റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും, -NS. ഇതിൽ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫ്ലക്സ് രണ്ടും എന്താ സിങ്ക്രോണസ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ഫോർവേഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ഹാസ് സിങ്ക്രോണസ് സ്പീഡ് NS, സിങ്ക്രോണസ് സ്പീഡ് ഓഫ് റൊട്ടേറ്റിംഗ് ബാക്ക്വേർഡ് ഫ്ലക്സ് -NS എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യിക്കാം. ഇതിൽ സ്ലിപ്പ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ SF, സ്ലിപ്പിന്റെ ഇക്വേഷൻ എന്താ, NS - N / NS. സിങ്ക്രോണസ് സ്പീഡ് ഓഫ് സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫ്ലക്സ് ഇതെന്താ, N എന്താ, നമ്മള് റോട്ടോറിന് ഇനീഷ്യൽ റൊട്ടേഷൻ കൊടുക്കുന്ന സ്പീഡ് N, റോട്ടോർ സ്പീഡ് N / NS ആണ് സ്ലിപ്പ് S അല്ലേ. ഇതിനെങ്ങനെ എഴുതാം, NS/N 1 -N/NS എന്നുള്ള രീതിയിൽ എഴുതാം. ഇതെന്താ, ഫോർവേഡ് ഡയറക്ഷനിലുള്ള സ്ലിപ്പാണ് SF, ദാറ്റ് ഈസ് S = 1 - N/NS. ഇനി സ്ലിപ്പ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ SB എങ്ങനെയായിരിക്കും, ഈ സിങ്ക്രോണസ് സ്പീഡ് NS എന്താ, -NS - N / -NS. പിന്നെ നമുക്ക് ഈ രീതിയിലും കൂടെ എഴുതാം, എന്താ, NS + N/NS. ഇത് എങ്ങനെയായിരിക്കും വരിക, 1 + N/NS. ഇതിൽ N/NS നമുക്ക് എങ്ങനെ എഴുതാം, N/NS 1 - S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലിപ്പ് എന്തായി, ബാക്ക്വേർഡ് സ്ലിപ്പ് എന്ന് പറയുന്നത് 2 - S എന്നുള്ള രീതിയിൽ കിട്ടും. 1 + ഈ N/NS നമ്മൾ 1 - S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 - S. ഇപ്പൊ ബാക്ക്വേർഡ് സ്ലിപ്പ് 2 - S ഉം ഫോർവേഡ് സ്ലിപ്പ് S ഉം കിട്ടി. നമ്മള് റോട്ടോറിന് ഒരു ഇനീഷ്യൽ റൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് സ്ലിപ്പ് എന്താ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ല അല്ലെ. സ്ലിപ്പ് എന്ന് പറയുന്നത് ഫോർവേഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സിന്റെ സ്ലിപ്പ് S, ബാക്ക്വേർഡ് റൊട്ടേറ്റിംഗ് സ്ലിപ്പ് 2 - S. ഇതിൽ ഇത്രയും കാണിച്ചത് വെച്ചാൽ നമ്മള് രണ്ട് റൊട്ടേറ്റിംഗ് ഫ്ലക്സ്, ഒന്ന് ഫോർവേഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സും സെക്കൻഡ് വൺ ബാക്ക്വേർഡ് റൊട്ടേറ്റിംഗ് ഫ്ലക്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇങ്ങനെ ആയിരിക്കും, ദെൻ ഇങ്ങനെ വരും. തേർഡ് ഈ 5B മുകളിലോട്ടാകുമ്പോൾ 5F, ഈ രീതിയിലാണ് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവുന്നത് ഇല്ലേ. അപ്പൊ ഇതിനനുസരിച്ച് ഇതിൽ റിസൾട്ടന്റ് ഫ്ലക്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതില് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫ്ലക്സ് ആവുന്ന സമയത്ത് അതിലുള്ള ടോർക്കും എങ്ങനെയായിരിക്കും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടോർക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല എന്ന് കണ്ടു. നമ്മള് റോട്ടറിന് ഒരു ഇനീഷ്യൽ റൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് സ്ലിപ്പ് എന്ന് പറയുന്ന ഒന്നെന്താ, S ഉം സെക്കൻഡ് വൺ 2 - S ഉം ആണ്. ഇതിനനുസരിച്ച് റിസൾട്ടന്റ് ആവറേജ് ടോർക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്തതെങ്കിൽ ഇനീഷ്യൽ റൊട്ടേഷൻ കൊടുത്ത ആ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. When the rotor is given an initial rotation in any direction, the resultant average torque will increase in the direction in which the rotor is initially rotated and the motor start rotating in that direction. നമ്മള് റോട്ടോറിന് ഒരു ഇനീഷ്യൽ റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആവറേജ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിസൾട്ടന്റ് ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യൽ റൊട്ടേഷൻ കൊടുത്ത ആ ഒരു ഡയറക്ഷനിൽ ടോർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യലി ഏത് ഡയറക്ഷനിലാണോ റോട്ടോറിനെ റൊട്ടേറ്റ് ചെയ്തത് ആ ഒരു ഡയറക്ഷനിൽ മോട്ടോർ റൺ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡക്ഷൻ മോട്ടോർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ റൺ ചെയ്യിക്കാം. ബട്ട് ഇൻ പ്രാക്ടീസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗിവ് initial rotation. Hence, some modifications are done in the construction of single phase induction motor to make them self-starting. അതായത് നമുക്ക് പ്രാക്ടിക്കലി എന്താ, റോട്ടോറിന് പോയി ഒരു ഇനീഷ്യൽ റൊട്ടേഷൻ കൊടുക്കലെന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡക്ഷൻ മോട്ടോർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കൺസ്ട്രക്ഷനിൽ
ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. എന്തിനാ? മോട്ടോറിന് സെൽഫ് സ്റ്റാർട്ടിങ് ആക്കാൻ വേണ്ടി. ഇതിന്റെ ടോർക്ക് സ്ലിപ്പ് ക്യാരിയാണ് ഈക്വലന്റ് ഓപ്പോസിറ്റ് ടോർക്ക് വരുന്നത്. റിസൾട്ടന്റ് ടോർക്ക്. നമുക്ക് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ ഒരു ക്ലാസിഫിക്കേഷനായ സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ എങ്ങനെയാ നോക്കാം. ഇതിൽ എന്ത് മോഡിഫിക്കേഷനാണ് ഇതിന്റെ കൺസ്ട്രക്ഷനിൽ വരുന്നതെന്ന് ഇത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ദ സ്റ്റേറ്റർ ഓഫ് മോട്ടോർ ഹാസ് 2 winding, starting winding and running winding. Running winding is directly connected across the supply and starting winding is connected in series with an automatic switch and capacitor. When the motor is running at normal speed, the switch automatically disconnect starting winding and capacitor from the supply line. ഇതിനകത്ത് സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആണ് സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ. ഇതിനകത്ത് 2 വൈൻഡിങ് ഉണ്ട്. സ്റ്റേറ്റർ വൈൻഡിങ് എന്ന് പറയുന്നത് 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റണ്ണിംഗ് വൈൻഡിങ്, അതേപോലെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. റണ്ണിംഗ് വൈൻഡിങ് എന്ന് പറയുന്നത് സപ്ലൈക്ക് ക്രോസ് കണക്റ്റഡ് ആണ്. അതേപോലെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഒരു കപ്പാസിറ്ററും അതേപോലെ ഒരു ഓട്ടോമാറ്റിക് സ്വിച്ച് വഴി കണക്റ്റഡ് ആണ്. ഇത് റോട്ടോർ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാല് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് കപ്പാസിറ്ററുമായി കണക്റ്റഡ് ആണ് അല്ലെ. റണ്ണിംഗ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ കോയിലാണ്. ഇത് ഇൻഡക്റ്റീവ് നേച്ചർ ആണ്. ഇനി സ്റ്റാർട്ടിംഗ് വൈൻഡിങ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? കപ്പാസിറ്റീവ് ആണ്. സിൻസ് ദി സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഈസ് കപ്പാസിറ്റീവ് ആൻഡ് റണ്ണിംഗ് വൈൻഡിങ് ഈസ് ഇൻഡക്റ്റീവ്, ദ 2 കറണ്ട് ഹാവ് എ ഫേസ് ഡിഫറൻസ്. ഇതിൽ രണ്ടിലെ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് IS IR. ഇതില് വോൾട്ടേജ്, ഇൻഡക്ടറിന്റെ കേസ് ആണെങ്കിൽ എന്താ? കറണ്ട് ലാഗ് ചെയ്തിട്ടും, കപ്പാസിറ്ററിന്റെ കേസ് ആണെങ്കിൽ കറണ്ട് ലീഡ് ചെയ്തിട്ടായിരിക്കും വരിക. ഇതിലെ റിസൾട്ടന്റ് കറണ്ട് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? 2 വൈൻഡിങ്ങിലെ കൂടി ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ രണ്ടും എന്താ? വോൾട്ടേജുമായി ഒന്ന് ലീഡിംഗ് ആണ്, ഒന്ന് ലാഗിംഗ് ആണ്. These current will produce a rotating magnetic field and hence an EMF will be induced in the rotor conductor due to rotating magnetic field, torque produced in the rotor. ഇതിനകത്ത് 2 ഫേസ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് റോട്ടറിനകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. റോട്ടറിനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യും. അതേപോലെ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും? റോട്ടോറിനെ റൊട്ടേറ്റിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ടോർക്ക് ഇൻ ദി റോട്ടോർ ആൻഡ് ഹെൻസ് മേക്ക് ഇറ്റ് റൊട്ടേറ്റിംഗ്. ഇതിൽ മോട്ടോർ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇനി മോട്ടോർ നോർമൽ സ്പീഡിൽ റൺ ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് സ്വിച്ച് എന്ത് ചെയ്യും? ഓഫ് കണ്ടീഷനിലായി ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യും. അപ്പൊ ഇതിൽ സ്റ്റാർട്ടിംഗ് പർപ്പസിന് വേണ്ടിയാണ് ശരിക്കും ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, കപ്പാസിറ്റർ, ഈ ഓട്ടോമാറ്റിക് സ്വിച്ച് എന്നുള്ള ഒരു കണക്ഷൻ യൂസ് ചെയ്യുന്നത്.